നമസ്കാരം. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കേരള പോലീസും കേരള സമൂഹവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കുരുതി. കേരളത്തിന്റെ ഭാവി, കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നത് നവമാധ്യമങ്ങൾ ഇതാ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. ഈ പുതിയ വർഷം ആരംഭിച്ച മുതൽ തന്നെ കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ ഒരു കൊലപാതക പരമ്പര തന്നെയായിരുന്നു നടന്നത്. കോഴിക്കോട് മുതൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഏറ്റവും കൂടുതൽ ആ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ട് ആയിരുന്നു അപകടങ്ങൾ നടന്നത്. അതായത് ഒരു അപകടമെന്ന് പറയാൻ പറ്റില്ല, ഒരു കൊലപാതകം. കോഴിക്കോട് ഈങ്ങാപ്പുഴ വരെ ലഹരിക്ക് പൈസ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ കൊടുക്കാത്തതിന് വരെ ആക്രമണങ്ങളെ തുടങ്ങി വരുന്നു. വലിയ ലഹരികൾ പിടിക്കപ്പെടുന്നു. രാവിലെ 10-നും വൈകുന്നേരം 6-നും ഇടയിലാണ് പ്രതി കേരളത്തെ ഞെട്ടിച്ച കൊലപാതകത്തിന് നേതൃത്വം നൽകിയത്. എലിവിഷം കഴിച്ചുവെന്ന പ്രതി അഫാൻ പോലീസിനോട് പറഞ്ഞതോടെ പോലീസ് ഉടനടി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അഫാനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏത് തരം ലഹരിയാണെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ബൈക്കിന്റെ ചാവി കറക്കിക്കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കയറിയത്. ഒരു തരത്തിലുമുള്ള കുറ്റബോധം പ്രതിയുടെ മുഖത്ത് ഇല്ലായിരുന്നു. കൂടാതെ സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന സുഹൃത്തിനെ മച്ചാനെ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് പ്രതി അഫാൻ സ്റ്റേഷന്റെ അകത്തേക്ക് കയറിപ്പോയത്. ഒരു ഒപ്പിടാൻ വേണ്ടി എത്തിയതാണെന്നാണ് അഫാൻ സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന സുഹൃത്തിനോട് വ്യക്തമാക്കിയത്. അഫാന്റെ ഉപ്പ റഹീം ഗൾഫിൽ ബിസിനസ് നടത്തിയെങ്കിലും വായ്പ വാങ്ങി കടക്കണിയിലായിരുന്നു. അത് തീർക്കാൻ നാട്ടിലെ ബന്ധുക്കളാരും സഹായിച്ചില്ല. അതിന്റെ പകയിൽ ആരും ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിച്ചു കൊല നടത്തിയെന്നാണ് സൂചന. പിതാവിന് 75 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ട് എന്നും ഇതിനെ ചൊല്ലി വീട്ടിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് അഫാൻ പറയുന്നത്. വിദേശത്ത് സ്പെയർ പാർട്സിന്റെ ഒരു കട നടത്തിയിരുന്ന പിതാവിന്റെ ബിസിനസ് തകർന്നതാണ് കടബാധ്യതയ്ക്ക് കാരണമെന്നാണ് പ്രതിയുടെ മൊഴിയെങ്കിലും പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. കൂടാതെ കാമുകി ഫർസാനയുമായി ജീവിക്കാൻ പണമില്ലാത്തത് പ്രധാന കാരണമെന്നും പ്രാഥമിക വിലയിരുത്തലുണ്ട്. അഫാൻ ഫർസാനയുടെ വീട്ടിൽ ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തിയെന്നും എന്നാൽ അഫാന്റെ വീട്ടുകാർ ഇതിനെ എതിർത്തുവെന്നും പറയപ്പെടുന്നുണ്ട്. അതിനിടെ അഫാന്റെ അച്ഛന് ഈ ദുരന്തം അറിഞ്ഞിട്ടും നാട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ്. സൗദിയിൽ യാത്രാ വിലക്കുള്ളത് കൊണ്ടാണ് ഈ ഒരു വിലക്ക്, അതായത് നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഇരിക്കുന്നത്. കൂടാതെ മലയാളി അസോസിയേഷൻ അടക്കം ഇതിനെ അഫാന്റെ യാത്രാ വിലക്ക് മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അഫാൻ മദ്യപിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിച്ചതായാണ് വിവരം. ഇടയ്ക്ക് പ്രതി മാതാവ് ഷെമിയുമായി വഴക്ക് കൂടാറുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. സമയമെടുത്താണ് ഓരോ കൊലപാതകവും പ്രതി നടത്തിയത്. ഇതൊന്നും പ്രതിയുടെ മനസ്സിന് ഒരു തരത്തിലുമുള്ള മാറ്റമോ ഒരു കുറ്റബോധമോ ഉണ്ടായിട്ടില്ല. അഫാൻ ആരും അറിയാതെ ലഹരി ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ നിലവിൽ അഫാന്റെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് അകത്ത് കടന്നത്. സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അഫാൻ ഗ്യാസ് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് എത്തിയാണ് അത് നിർവീര്യമാക്കിയത്. ഗുരുതര പരിക്കേറ്റ ഷമിയെ ആശുപത്രിയിലേക്കാണ് ആദ്യം പോലീസ് എത്തിച്ചത്. അതിനുശേഷമാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടിയൊക്കെ നടത്തി അഫാന്റെയും ഫർസാനയുടെയും മൃതദേഹം ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പാങ്ങോട്ടെ വീട്ടിൽ സൽമ ബീവി ഒറ്റയ്ക്കായിരുന്നു താമസം. തിങ്കളാഴ്ച വൈകിട്ട് 5:30 കൂട്ടുകിടക്കാൻ വന്ന ബന്ധു എത്തിയപ്പോൾ അടുക്കളയിൽ മരിച്ച നിലയിലായിരുന്നു അവർ. കാൽ തെറ്റി വീണ് മരിച്ചു എന്നായിരുന്നു സംശയം. മരണവിവരം പറയാൻ ലത്തീഫിനെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് അടുത്ത വീട്ടിലുള്ളവരോട് കാര്യം പറയാൻ ഏൽപ്പിച്ചു. അവർ പോയി നോക്കിയപ്പോഴാണ് ലത്തീഫും ഭാര്യ സജിത ബീവിയും മരിച്ച നിലയിൽ കണ്ടത്. മനുഷ്യ മനസാക്ഷിയെ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന ഒരുതരം സീരിയൽ കില്ലർ കൊലപാതകങ്ങളാണ് കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ കൊലപാതക പദ്ധതി തയ്യാറാക്കിയതിനു ശേഷമാണ് അഫാൻ ഈ കുറ്റകൃത്യം നടന്നത് എന്ന് നമുക്ക് കരുതിക്കൂട്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അഫാന്റെ മാതാവ് ക്യാൻസർ രോഗിയാണ്, ആശുപത്രിയിലാണ്. ഇപ്പോൾ ഗുരുതരമായ പരിക്കേറ്റ ആശുപത്രിയിലാണ്. അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. അഫാന്റെ മാതാവിന്റെ മൊഴി ഇപ്പോൾ പോലീസ് എടുത്തിട്ടില്ല. കാരണം സംസാരിക്കാനുള്ള ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.